ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഫ്രീ യൂബർ റൈഡർ ഇൻ കൊച്ചി. ഇന്ന് നമ്മുടെ വാഗണറിൻ്റെ രണ്ടാമത്തെ പെയ്ഡ് സർവീസ് 20,000 കിലോമീറ്ററിൻ്റെ കഴിഞ്ഞു കേട്ടോ. അപ്പം സർവീസ് കോസ്റ്റൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 സർവീസ് ഫ്രീ ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിന് ലേബർ ചാർജോ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല, അവർ ഈടാക്കത്തില്ല. പക്ഷെ കഴിഞ്ഞ സർവീസ് 10,000-ൻ്റെ ഫ്രീ സർവീസ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് പെയ്ഡ് സർവീസ് ഇല്ലേ, അതിന് 2,500 സംതിങ് ആണ്. അത് ഓയിലും ഓയിൽ ഫിൽറ്ററും മാത്രമേ ഉള്ളായിരുന്നു. ഓക്കെ, പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ AC ഫിൽറ്റർ കാര്യങ്ങൾ എല്ലാം മാറി, ബ്രേക്ക് പാടുകളെല്ലാം അഴിച്ച് ക്ലീൻ ചെയ്ത് ഇപ്പോൾ മൊത്തത്തിൽ 4,676 രൂപയാണ് 20,000 കിലോമീറ്ററിൻ്റെ സർവീസിന് അവർ കോസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഇതൊക്കെയാണ്. അപ്പം 4,600 രൂപയാകുമ്പോഴത്തേക്ക് നമ്മൾ 10,000 കിലോമീറ്റർ ഓടുമ്പോൾ ഏതാണ്ട് 50 പൈസയോളം അടുത്ത് 1 കിലോമീറ്ററിന് വേണ്ടി വരുന്നുണ്ട്. പക്ഷെ CNG വെഹിക്കിൾ ആയപ്പോഴത്തേക്ക് അതിൻ്റെ CNGയുടെ എന്തോ ഒരു സംഭവം സർവീസും കൂടെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫിൽറ്ററോ കാര്യങ്ങളോ അതും കൂടെ എക്സ്ട്രാ അവർ ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്രോൾ വെഹിക്കിളിന് ഇത്ര എഫക്റ്റ് ആവില്ല എന്നാണ് പറഞ്ഞത്. CNG വെഹിക്കിളിന് സർവീസ് ചാർജ് കുറച്ച് കൂടുതലായിരിക്കും. ഭയങ്കര വ്യത്യാസമൊന്നുമില്ല. എനിക്കൊന്നൊരു 500 രൂപയോളം പെട്രോൾ വെഹിക്കിളിനെ അപേക്ഷിച്ച് ചില സർവീസുകൾക്ക് പീരിയോഡിക്കൽ സർവീസ് വരുന്ന 20-30 അങ്ങനെയുള്ളതിൽ 20-ന് ഇച്ചിരി കൂടുതലായിരുന്നു. അടുത്ത് 30-ന് ഇച്ചിരി കുറയുമെന്നാണ് പറഞ്ഞത്. കാരണം അടുത്തതിന് AC ഫിൽറ്റർ മാറുന്നില്ല. 486 രൂപയാണ് AC ഫിൽറ്ററിന്, കമ്പനി ഫിൽറ്ററേ. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ. നമ്മളിപ്പം 10,000 കിലോമീറ്റർ, ഇപ്പം ഞാനാണെങ്കിൽ 110 ദിവസം കൊണ്ടാണ് 20,000 കിലോമീറ്റർ കവർ ചെയ്തത്. ടാക്സി ആയത് കാരണം വണ്ടി ഡെയിലി 200-250 കിലോമീറ്ററെങ്കിലും മിനിമം ഓടുന്നുണ്ട്. 200 കുറയാതെ ഓടുന്നുണ്ട്, 200 കൂടത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് 100 ദിവസം കൊണ്ട് 20,000 കിലോമീറ്റർ നമ്മൾ പിന്നിട്ടത്. പിന്നെ 1,00,000 കിലോമീറ്ററാണ് കമ്പനി പറഞ്ഞ വാറണ്ടി. എക്സ്റ്റൻഡ് വാറണ്ടി തന്ന 50,000 കിലോമീറ്റർ 15,000 രൂപ വണ്ടി എടുത്ത സമയത്ത് ഞാൻ ഒഴിവാക്കിയിരുന്നു. അപ്പോൾ 15 രൂപ നമുക്ക് സേവ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അതിനൊരു കാരണമുണ്ട്. ഈ 1,00,000 കിലോമീറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ 100 ദിവസം കൊണ്ട് 20,000 ആയില്ലേ. അങ്ങനെയാണെങ്കിൽ 300 ദിവസം കൊണ്ട് 60, 500 ദിവസം കൊണ്ട് തന്നെ 1.5 വർഷം പോലും എടുക്കില്ല. 1-1.25 വർഷം കൊണ്ട് തന്നെ ഈ 1,00,000 എന്നുള്ളത് കടമ്പ നമ്മൾ താണ്ടും. പിന്നെ കിട്ടുന്ന 50,000 കിലോമീറ്റർ, 50,000 താണ്ടാൻ നമുക്ക് വേണ്ടുന്നത് 150 ദിവസം അല്ലെ 175 ദിവസം മതി. അപ്പോൾ 175 ദിവസത്തേക്ക് വാറണ്ടി ഇടണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് ടാക്സി ആണല്ലോ, ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ അവർ കണ്ടുപിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇൻഷുറൻസ് ഒക്കെ ക്ലെയിം ചെയ്യുമ്പോഴൊക്കെ പാടാണ്, നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലേ. അപ്പം വാറണ്ടിയിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് എക്സ്ട്രാ വാറണ്ടി, എക്സ്റ്റൻഡഡ് വാറണ്ടി നമ്മൾ എടുത്തില്ല. നോർമൽ വാറണ്ടി സ്റ്റിൽ അവൈലബിൾ ആണ് വാഹനത്തിന്. ഇപ്പോൾ 20,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ളൂ, 80,000 കിലോമീറ്റർ കൂടെ നിൽപ്പുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഇന്ന് വണ്ടി സർവീസ് ചെയ്തതിൻ്റെ വിശേഷങ്ങൾ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് പീരിയോഡിക്കൽ സർവീസ് മാത്രം മുടക്കാൻ പാടില്ല. അത് ഷോറൂമിൽ തന്നെ കൊടുത്ത് ചെയ്യാം. ഷോറൂമിൽ ലേബർ ചാർജൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആണ്. എങ്കിലും വാറണ്ടി ആണല്ലോ ഇമ്പോർട്ടൻറ്റ്. നമ്മളിപ്പോൾ പുറത്ത് കൊടുത്ത് പലര് കൈകാര്യം ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് നമ്മൾ പൈസയുടെ ലാഭം മാത്രം നോക്കി പുറത്ത് കൊടുക്കേണ്ട സമയമുണ്ട് കേട്ടോ. അതിൻ്റെ വാറണ്ടി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പുറത്ത് കൊടുത്തേ ചെയ്യത്തുള്ളൂ. കാരണം ഈ ടാക്സി വാഹനമൊന്നും നമ്മളിപ്പം സെക്കൻഡ് സെയിൽ ചെയ്യുന്ന സമയത്ത് ഹിസ്റ്ററി ഒന്നും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമൊന്നുമല്ല ടാക്സിയെ സംബന്ധിച്ച്. പക്ഷെ പ്രൈവറ്റ് ഉള്ളവർ ഷോറൂം സർവീസൊക്കെ നിർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനം കൊടുക്കുമ്പോൾ അതിൻ്റെ റീസെയിൽ വാല്യൂ ഒക്കെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കിട്ടാൻ സാധ്യത കൂടുതലാണ്. പക്ഷെ ടാക്സി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. കറക്റ്റായിട്ട് മെയിൻ്റെനൻസ് ചെയ്യുക, ഓടുക, കറക്റ്റായിട്ട് വണ്ടി ഓടിക്കോളും, കുഴപ്പമൊന്നുമില്ല. കറക്റ്റായിട്ട് ഓയിൽ കാര്യങ്ങൾ ചേഞ്ച്. ഇതിപ്പം കമ്പനി സർവീസിൽ കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ 10,000 മാറ്റിക്കൊണ്ടിരിക്കുന്ന ഓയിൽ. കമ്പനി വാറണ്ടി എന്നും നിൽക്കുന്നു. അപ്പം മുതൽ 7,000. എൻ്റെ കയ്യിൽ നേരത്തെ ഇരുന്ന പഴയ വണ്ടി ഉണ്ടായിരുന്നു, പഴയ ആൾട്ടോ. അത് ഞാൻ 5,000 കിലോമീറ്ററിലായിരുന്നു. 5,000-6,000 ആകുമ്പോഴത്തേക്ക് ഓയിൽ ചേഞ്ച് ചെയ്യുമായിരുന്നു. അത് മിക്കവാറും ഉള്ള എറണാകുളത്ത്, ഞാനത് ടാക്സി ആയിട്ട് തന്നെ ഓടിക്കൊണ്ടിരുന്നതാണ്. എറണാകുളത്തുള്ള മിക്കവാറുമുള്ള പമ്പിലെല്ലാം ഓയിൽ ചേഞ്ച് ഫ്രീ ആണ്. CNG വെഹിക്കിളിന് 515 രൂപ, അതുകൊണ്ട് 600 രൂപയകത്തേ ഉള്ളൂ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതിന്. അത് ഓയിൽ ഫ്രീ ആണ്. ഒരു ഓയിൽ ഫിൽറ്ററും വാങ്ങിയിട്ട് ഏത് പമ്പിൽ ചെന്നാലും മാറിത്തരും. അപ്പം ഗ്യാരണ്ടിയും വാറണ്ടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നോർത്താൽ വണ്ടി കൊണ്ടു കിടക്കാൻ സർവീസ് കാര്യങ്ങളൊക്കെ ഭയങ്കര സുഖമാണ്, ഭയങ്കര ഈസിയാണ്. ശരിക്കും 750 രൂപ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനം സർവീസ് ചെയ്തെടുക്കാം സ്വയം. അതായത് ഷോറൂമിൽ കൊണ്ടുവന്നതിന് പകരമായിട്ട് വാറണ്ടി കഴിഞ്ഞ വെഹിക്കിള്
ഈ 10,000 വരെട്ട് ഇങ്ങനെ വലിച്ചടിച്ച് ഓടാതെ ഒരു 5,000 6,000 ഒക്കെ ആകുമ്പോഴത്തേക്ക് എറണാകുളത്തുള്ള ഏത് പമ്പിൽ വന്നാലും ഓയിൽ മിക്കവാറുമുള്ള 90% പമ്പുകളിൽ ഓയിൽ സർവീസ് ഫ്രീ ആണ്, ഓയിൽ ചേഞ്ച് ഫ്രീ ആയിട്ട് ചെയ്ത് തരും. പക്ഷേ അവിടെ ഫിൽറ്റർ കാണത്തില്ല. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് ആ വാഹനത്തിൻ്റെ ഒരു ഫിൽറ്ററും കൂടെ 100 രൂപ അടുത്തല്ലേ ആവത്തുള്ളൂ. ഒരു ഫിൽറ്ററും കൂടെ വാങ്ങിയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സർവീസ് ഫ്രീ, അതായത് ഓയിൽ മാറി അങ്ങോട്ട് കൊണ്ടുപോകാം. പോകുന്ന വഴിക്ക് ഒരു വാട്ടർ സർവീസ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ്. പിന്നെ ഓയിൽ ലെവലൊക്കെ ഒന്ന് നോക്കിയിട്ട് കൂളൻറ്റും കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് ബ്രേക്ക് ഫ്ലൂയിഡും ഉണ്ടോയെന്ന് നോക്കുക. കഴിഞ്ഞു, സർവീസ് കഴിഞ്ഞു. അപ്പം നമുക്ക് ഈസിയാണ്. കാരണം ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണല്ലോ. 30 അല്ലെ 50 അല്ലെ 100 ദിവസം വേണ്ടല്ലോ. ഒരു ശരിയായിട്ട് ഓടുന്ന വണ്ടിയാണെങ്കിൽ ഒരു ഡെയിലി 200 എന്നുള്ളത് ഒരു 45 ദിവസം, ഞാൻ മറ്റേ 50 ദിവസം 45-50 ദിവസത്തിൻ്റെ പീരീഡ് ആകുമ്പോഴത്തേക്ക് ഞാൻ ഓയിൽ ചേഞ്ച് ചെയ്യുമായിരുന്നു ആൾട്ടോ ഉള്ള സമയത്ത്. കാരണം അത്രയ്ക്ക് ഓട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈസിയാണ്. ഇത് തന്നെ നമ്മൾ കമ്പനി തന്നെ കൊടുത്ത് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാറ്റും കേട്ടോ. മാറ്റിയിട്ട് പുറത്തോട്ട് ഇറങ്ങും, അപ്പോഴാണ് ചെയ്യുക. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ സർവീസൊക്കെ കഴിഞ്ഞു. സർവീസ് കാര്യങ്ങളൊക്കെ അവർ അടിപൊളിയായിട്ട് ചെയ്ത് കഴിഞ്ഞു. എല്ലാ ഭാഗങ്ങളും കറക്റ്റായിട്ട് ചെക്ക് ചെയ്തു. പുതിയ വണ്ടി ആയത് കാരണം ഒരു ടെൻഷനില്ല. ഇനിയിപ്പോൾ ഉള്ള ഇതിന് പുതിയൊന്നും പറയാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. 100 ദിവസം കൊണ്ട് 20,600 കിലോമീറ്റർ ഓടിയിട്ട് പിന്നെയും പുതിയതെന്ന് പറയാൻ തന്നെ നാണാവുന്നു. ശരി ഗൈസ്, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നമ്മുടെ വണ്ടി പറന്നിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് കിലോമീറ്ററുകളൊക്കെ ഇങ്ങനെ മറിഞ്ഞുകൊണ്ടേയിരിക്കും. ബൈ ബൈ.